ഹായ്. നമ്മൾ ചില ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ മറ്റ് ഉത്സവ പറമ്പുകളിലും പലയിടങ്ങളിലും നമ്മൾ ഈ സമ്മാന കൂപ്പണുകൾ കാണും അല്ലേ? അതെല്ലാം പൂരിപ്പിച്ച് നമ്മൾ പെട്ടിക്കകത്തോടെ ഇടും. ഇപ്പോൾ പഞ്ചർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ മറ്റേ വീൽ അലിമെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല കൂപ്പണുകൾ കാണും. ഇങ്ങനെയുള്ള കൂപ്പണുകളെല്ലാം നമ്മൾ പൂരിപ്പിച്ച് ചില പെട്ടികൾക്കകത്ത് ഇടും. സമ്മാനം നമുക്ക് കിട്ടത്തുമില്ല, ആർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ട് ഇങ്ങനെ സമ്മാന കൂപ്പണുകൾ. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡാറ്റ വെച്ച് നമ്മളിടും. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡികൾ, ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ സമ്മാനം കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടിക്കകത്ത് ഇടും. ഈ ഡാറ്റകളെല്ലാം ഇവർ കളക്ട് ചെയ്തിട്ട് പല പല കമ്പനികൾക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഡാറ്റ വിൽക്കലാണ് ഇവരുടെ പരിപാടി. ഈ ഡാറ്റ വിറ്റിട്ട് അവർ പൈസ ഉണ്ടാക്കും. ഈ ഡാറ്റകളെല്ലാം ഇവർ സ്വരൂപിച്ചിട്ട് ഇവർ ചെയ്യുന്നത് ഈ നമ്പറുകളും ഇതെല്ലാം വെച്ച് അവർ പല കമ്പനികളിൽ നിന്നാണെന്ന് പറഞ്ഞ്, ഓഫീസുകളിൽ നിന്ന്, ബാങ്കുകളിൽ നിന്നാന്ന് പറഞ്ഞിട്ട് കോളുകൾ വരും നമുക്ക്. നമ്മളിതെടുത്തിട്ട് ഇത് അറ്റൻഡ് ചെയ്യും. നമ്മൾ OTP പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ QR കോഡുകൾ, KYCകൾ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യും. 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ആയെന്നുള്ളത് കാണിക്കുന്നത്, മെസ്സേജ് വരുന്നത്. ഇങ്ങനെയുള്ള ഫേക്ക് കോളുകൾ വരാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഇതേപോലെ പലയിടങ്ങളിലും പോയിട്ട് നമ്മുടെ ID കൾ കൈമാറും, ഡാറ്റ കൊടുക്കും. അപ്പം നമുക്ക് തന്നെ 8ൻ്റെ പണി കിട്ടും. അങ്ങനെ നമ്മുടെ സുജിത് ഭക്തന് കിട്ടിയ ഒരു ഫോൺ കോളാണ് കേട്ടോ അത്. നോക്കാം. ആരാ വിളിക്കുന്നേ? HDFC ബാങ്ക്. ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നേ? പാലാരിവട്ടം ബ്രാഞ്ചിൽ നിന്നാണോ വിളിക്കുന്നേ? ഓക്കെ. എന്താ പേര്? സുവർണ. ഓക്കെ, ശരി. ഓക്കെ. എനിക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഐ ആം ലുക്കിംഗ് ഫോർ എന്ത് ലോണാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നേ? അപ്പൊ നിങ്ങള് എന്നെ പറ്റി ഒന്നും അറിയാതാണോ ലോൺ തരാന്ന് പറഞ്ഞ് വിളിച്ചത്? അപ്പൊ നിങ്ങള് റാൻഡം ആയിട്ട് അങ്ങ് വിളിക്കുകയാണോ? ലൈക്ക് ഒരാളെ ലോൺ തരാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ആ ആൾ എന്ത് ചെയ്യാന്ന് അറിഞ്ഞിട്ടല്ലേ വിളിക്കേണ്ടത്? ലൈക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമുള്ളൂ. എലിജിബിലിറ്റി ഉണ്ടല്ലേ വിളിക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ലോണിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ വിളിച്ച് ലോൺ പൈസ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണം. നമ്മൾ വിളിക്കുന്ന ലിസ്റ്റിൽ സിബിൽ സ്കോർ ഇല്ലാത്തവരുണ്ടാവും, സിബിൽ സ്കോർ ഉള്ളവരുണ്ടാവും. പക്ഷെ സിബിൽ സ്കോർ ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോ നമ്മൾ കൊടുക്കുന്ന ലോണിന് എന്താ പറയാ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ കുറെ കേസുന്നുണ്ട്. നമ്മൾ റാൻഡമായിട്ട് വിളിക്കുന്നതാണ്. അത് ശരി. ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ എലിജിബിലിറ്റി ഉള്ളവര്. അത് ശരി. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാരും വിളിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റില്ലേ? ഇല്ല, നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ സർ. നമുക്കിപ്പോ കസ്റ്റമറുടെ സിബിൽ എടുക്കണമെങ്കിൽ കസ്റ്റമർ തന്നെ. ഓക്കെ. നമുക്ക് ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. ആഹാ. അപ്പം ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലോണിന് വേണ്ടി? ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് ലോൺ വേണമെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇല്ല, തന്നെ ലോൺ വേണം. ഇപ്പൊ നമ്മൾ വിളിക്കുന്നതിൽ ലോൺ വേണ്ടവരും ഉണ്ടാവും, ലോൺ വേണ്ടാത്തവരും ഉണ്ടാവും. ഈ ലോൺ വേണ്ടവരെല്ലാം എലിജിബിലിറ്റി ഉണ്ടാകാത്തവരായിരിക്കും. ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അതിൽ നിന്ന് അപ്പം നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് എങ്ങനെയാണ് എന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ലൈക്ക് എനിക്ക് ലോൺ വേണം വിളിക്കാൻ പറഞ്ഞിട്ട് വരുന്നത്? ഞങ്ങൾ ഡയറി വിളിക്കുന്നതാണ്. അത് കമ്പ്യൂട്ടേഴ്സുകളാണ്. നമ്മൾ ഡേറ്റാബേസിൽ വിളിക്കുന്നതാണ്. സാർ എവിടെയെങ്കിലും എൻക്വയറി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ HDFC എന്തെങ്കിലും മറ്റേ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ എങ്ങനെയോ. ഇതുപോലെ ലക്ഷക്കണക്കിന് കോളുകളാണ് പല ആളുകൾക്കും വരുന്നത്. ഇതിനെല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഒരു ഫുഡ് കോർട്ടിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ സമ്മാന കൂപ്പൺ ഉണ്ടാവും. അവിടെ നമ്മൾ സമ്മാനം കിട്ടാൻ വേണ്ടി നമ്മുടെ ഡാറ്റ അങ്ങ് എഴുതിയിടും. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുമായിരിക്കും. പക്ഷേ ബാക്കി ഡാറ്റകളെല്ലാം ഇവർ ഇതുപോലെയുള്ള കോൾ സെൻ്ററുകൾക്ക് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കെല്ലാം ഇവർ കൈമാറും. അവർക്ക് കാശ് കിട്ടും അതിന്. നമ്മുടെ ഡാറ്റകളെല്ലാം നമ്മൾ ഭദ്രമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഒരാൾക്ക് പോലും ഷെയർ ചെയ്യാൻ പാടില്ല. ആ നമ്പറിനകത്ത് പല ID കളുണ്ടാവും, ചിലർക്ക് ചാനലുകളുണ്ടാവും.
മറ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പല പല ഐഡികളുടെ ഡാറ്റകളുണ്ടാവും. ഇതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. ഇത് നമുക്ക് തന്നെ വിപത്തായിട്ട് വരും. അതുകൊണ്ട് ആരും സ്വന്തം ഐഡികൾ ഒരാൾക്കും കൈമാറാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ദോഷമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി നമ്മൾ ഇതുപോലെ സമ്മാന കൂപ്പണുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ വല്ല സമ്മാനം കിട്ടുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തോട് വൻ നഷ്ടങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.